സെയിൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. വെയിൽ നൂലുകൾ പിടയുന്ന ഒരു ചെറുപകലിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എല്ലാം നല്ല ദിവസങ്ങൾ തന്നെ, പക്ഷെ ഓരോ ദിവസം പുലരുമ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല ദിവസമാണെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഒരാഴ്ചയായിട്ട് കൂടുതൽ തിരക്കുകളാണ്. ഈ ഒരു ഭാഗത്ത് കയറി പടരുന്ന കുറച്ച് പ്ലാന്റുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മണി പ്ലാന്റ് തൂണിലൊക്കെ അള്ളിപ്പിടിച്ച് കയറുന്നുണ്ട്. അതുപോലെ ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. ഇത് ബിഗോണിയ ആണ്, ഭംഗിയുള്ള ഒരു ബിഗോണിയ. ബിഗോണിയ ചെടി ഇതുപോലെ ചട്ടി നിറയെ തിക്കായിട്ട് വളർന്നു വരുമ്പോഴാണ് കാണാനുള്ള ഭംഗി. കാലിച്ചായ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ബിസ്ക്കറ്റും കോഫിയാണ്. കോഫിയിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് കുത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അതിനായി മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. അരി അരച്ച് ചുടുന്ന ദോശ ആയതുകൊണ്ട് തന്നെ വളരെ കട്ടി കുറഞ്ഞാണ് ഈ ഒരു ദോശ. ചട്ടിയിൽ നിന്ന് ഇതുപോലെ നമുക്കെടുത്ത് പൊക്കാൻ കഴിയും. ചായയുടെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുപോലെ കുറച്ച് ബോട്ടിലിൽ സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അന്ന് ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. ഒരു ബോക്സിൽ 3 അളവിൽ 6 പീസ് വെച്ചിട്ടാണ്. 1000 രൂപയാണ് അതിൻ്റെ റേറ്റ്. ഇനി കിച്ചണിലെ കുറച്ച് ജോലികളുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നമ്മൾ അരച്ച് റെഡിയാക്കി ഇതുപോലെ മീനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മസാല പുരട്ടാൻ വേണ്ടി പോവാണ്. നെയ്യാർ എന്ന കമ്പനിയുടെ ഫിഷ് മസാലയാണ് ഈ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റിയായ മസാല തന്നെയാണ് കേട്ടോ. ഫിഷ് മസാല ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു മസാലയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി നമുക്ക് ഈ ഫിഷിൽ തേച്ച് പിടിപ്പിക്കാം. എല്ലാ സമയത്തൊന്നും നമുക്ക് മീൻ കിട്ടാറില്ല, വല്ലപ്പോഴുമാണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന സമയത്ത് നമ്മളത് നല്ല അടിപൊളിയായിട്ട് മാവൊക്കെ തേച്ച് പൊരിച്ചെടുക്കാറുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് മസാലയൊക്കെ പുരട്ടി നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇവരിങ്ങനെ ചമഞ്ഞ് കിടക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് അടച്ചു വെക്കാം. ഇവരൊന്ന് മസാലയൊക്കെ പിടിച്ച് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പയറുപ്പേരി റെഡിയാക്കാനുണ്ട്. വെളുത്തുള്ളിയും ഉണക്കമുളകും ഒക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് നമ്മൾ പയറ് റെഡിയാക്കുന്നത്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സുന്ദരിമാരെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിലേക്ക് ലാസ്റ്റ് ഇതുപോലെ 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഫിഷ് മൊരിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. അതിനിടയിൽ ബാക്കിയുള്ള ജോലികളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ മാങ്ങ ഇട്ടിട്ട് മുളക് കറിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് പയറും ഉപ്പേരിയും ഫിഷ് പൊരിച്ചതൊക്കെ ആയിട്ട് ഇന്നത്തെ ഊണ് ഉഷാറായിരുന്നു കേട്ടോ. പച്ചമാങ്ങ ഇട്ട കറി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുത്തിയിട്ടിട്ട് മൺചട്ടിയിലാണ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് എടുത്ത് പറയാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഫുഡ് കഴിഞ്ഞാലും പിന്നെ നമുക്ക് അടുക്കള ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയൊന്ന് കിടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പുറത്ത് നല്ല വെയിലാണ്. എൻ്റെ ഹാങ്ങിങ് പ്ലാന്റൊക്കെ നല്ല വെയിലിൽ ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്. നല്ല ഭംഗിയോടെ ഈ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. അതൊക്കെ വിട്ട് നമ്മൾ ബെഡ്റൂമിലെത്തിയിട്ടുണ്ട്. ഇനി സ്വസ്ഥമായിട്ട് 1 മണിക്കൂർ ഉറങ്ങണം. ആ ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാ ജോലി തിരക്കുകളും കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമ്മുടെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് വളരെ വൃത്തിയോടെയും സന്തോഷത്തോടെയും കൂടി ആ ഒരു ഉച്ചമയക്കം അതെനിക്ക് നിർബന്ധമാണ്. ആ ഒരു ക്ഷീണമൊക്കെ മാറി ഫ്രഷായിട്ട് വൈകുന്നേരം എണീക്കാൻ കഴിയും. അതുകൊണ്ട്
ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മക്കളും റെസ്റ്റ് എടുക്കാൻ പോവും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചുറ്റുപാടുകളൊക്കെ വളരെ സൈലൻ്റ് ആയിരിക്കും ആ ഒരു സമയത്ത്. 5 മണി വരെ പിന്നെ നമ്മുടെ വീടിനുള്ളിൽ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാവില്ല. കിളികളുടെ സൗണ്ടും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഊർന്നിറങ്ങുന്ന വെയിലിൻ്റെ വെള്ളി നൂലുകളോട് തൽക്കാലം വിട പറഞ്ഞ് അകത്തേക്ക് പോയി. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. പൂക്കളൊക്കെ വാടിയിട്ടുണ്ട്. രാവിലെ നനച്ചാലും ആ ഒരു വെയിലിൻ്റെ ശക്തി കൊണ്ട് അവരുടെ മുഖമൊക്കെ ഒന്ന് വാടും. എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരാൻ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.